പ്രസംഗിക്കുമ്പോ ബലിസ്തഖ്ബിൽഹു വസ്തശ്വീബിഹി എന്ന മാലിക് ഇമാമിന്റെ വാക്ക് അത് ഈ ദുനിയാവിൽ സിയാറത്ത് ചെയ്യുമ്പോൾ നബിയിലേക്ക് മുന്നിട്ട് നിന്നിട്ട് ശഫാഅത്ത് തേടിക്കോന്നല്ലേ പറഞ്ഞത്. ആ വാക്ക് ഞാൻ എടുത്തുദ്ധരിച്ചു. അപ്പോൾ അതിന്റെ മുമ്പ് പറഞ്ഞ എന്ന വാചകം ഞാൻ പറയേണ്ടതുമില്ല, അർത്ഥം പറയേണ്ടതുമില്ല. കാരണം എന്നോട് ചോദ്യം, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണമെന്ന് വല്ല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ടോ, തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിട്ട് നിന്ന് ശഫാഅത്ത് തേടിക്കോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമല്ലേ ഞാൻ പറയേണ്ടതുള്ളൂ. അത് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഇല്ലാതെയായ ഷാർജയിൽ നിന്ന് വരുന്ന മൗലവി നാദാപുരത്ത് 1 മണിക്കൂറോളം സമയം പോക്കിയത് എങ്ങനെയാണെന്നറിയോ? ഇതാ പേരോടിനെ പിടികൂടാൻ പോകുന്നു, തൊണ്ടി സഹിതം പിടിക്കുന്നു എന്ന് പറഞ്ഞ 1 മണിക്കൂർ പ്രസംഗം. മുജാഹിദുകൾ വിചാരിച്ച് പേരോടി എന്തോ ആവും, ഇനിയിപ്പോ നാദാപുരത്ത് വരുത്തുണ്ടാവില്ല. ഒരൊറ്റ പ്രസംഗം 1 മണിക്കൂർ. ഈ സാധുക്കൾക്ക് മനസ്സിലാവും അയാൾ പറ്റിക്കുന്ന കബളിപ്പിക്കല്. അയാൾ പറയാ ഇതാ വസീലത്തു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, അവിടെ അന്ത്യനാളിന്റെ വിഷയമാ പറയുന്നത്, അല്ലാതെ ഇവിടുത്തെ ശഫാഅത്ത് തേടലല്ല. അന്ത്യനാളിൽ വസീലയാണ്. അതുകൊണ്ട് ഇപ്പോൾ നബിയിലേക്ക് മുന്നിട്ടോ, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ എന്നാ പറഞ്ഞത്. ആ വാചകം അയാൾ വായിക്കുന്നു, അർത്ഥം പറയുന്നില്ല. നാദാവെന്ന് വായിക്കുന്നു, അർത്ഥം പറയുന്നില്ല. അത് നിങ്ങളൊന്ന് കേട്ടോ, അയാളെ തട്ടിപ്പ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജഅഫർ എന്ന് പറയുന്ന ഒരു ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ അബൂ ജഅഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, അതോ റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? എന്തിന് നീ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം? ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും വസീലയാണല്ലോ. എപ്പോൾ? ദുനിയാവിലെ കാര്യമല്ല ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണല്ലോ. ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് ആ ഭാഗം മൂടി വെച്ച് കൊണ്ട് ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫിർ ബിഹി എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ ആ മൗലവിയോടൊന്ന് ചോദിക്കുക, വാചകത്തിന്റെ അർത്ഥം എന്താണ്? ബലിസ്തഖ്ബിൽഹു, നബിയിലേക്ക് മുന്നിട്ടോ, വസ്തശ്ഫീബിഹി, ആ നബിയോട് ശഫാഅത്ത് തേടിക്കോ എന്നല്ലേ അതിന്റെ അർത്ഥം. അതെന്തിന് നാദാപുരത്ത് മൂടി വെച്ചു ഈ മൗലവി? അർത്ഥം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഖിയാമത്ത് നാളിൽ ഇടയാളനായതിനാൽ നിങ്ങളും ആദാ റസൂലുള്ളാഹിയിലേക്ക് മുന്നിട്ടോ, വസ്തശ്ഫീബിഹി, നബിയോട് ശഫാഅത്തിന് തേടിക്കോ എന്നല്ലേ പറഞ്ഞത്. ഭരണാധികാരിയോട് റസൂലുള്ളാഹിനെ മുന്നിട്ടിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്തിന് തേടാനല്ലേ പറഞ്ഞത്. ആ ഭരണാധികാരിയും മാലിക് ഇമാമും ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ അത്. ഖിയാമത്ത് നാളിൽ